അങ്ങനെ നമ്മുടെ യാത്ര ലിത്വാനിയയിൽ നിന്ന് റിഗയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ലാറ്റ്വിയയുടെ തലസ്ഥാനമാണ് റിഗ എന്ന് പറയുന്നത്. ഒരുപാട് വലിയ രാജ്യമൊന്നുമല്ല. ഇനി അതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ GDP പ്രകാരം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വെറും $40 ബില്യൺ മാത്രമാണ്. അതായത് ലിത്വാനിയയുടെ പകുതി മാത്രം എക്കണോമിക് സൈസുള്ള രാജ്യമെന്നർത്ഥം. ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാനുമായിട്ട് വരുന്നൊരു കുട്ടിക്ക് 13 മാസമാണ് മൊത്തം ടൈം കിട്ടുന്നത് അവർക്ക് സ്റ്റേ ബാക്കിനായിട്ട് പഠിച്ച ശേഷം. ബാച്ചിലറിലാണെങ്കിൽ അത് കുറച്ചും കൂടെ കുറവാണ്, വെറും 4 മാസം മാത്രമാണ് കിട്ടുക. ഇനി ഡിപ്പെൻഡൻറ്റ് വിസേനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ നമുക്ക് നിർബന്ധമായിട്ട് നമ്മുടെ റെസിഡൻസ് കാർഡ് കിട്ടിയിരിക്കണം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇനിയിപ്പോൾ ലാറ്റ്വിയയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റെസിഡൻസ് പെർമിറ്റ് കാർഡ് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അവർക്ക് ആ റെസിഡൻസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഒരു 30,000 to 35,000 രൂപയുടെ ഉള്ളിൽ ഒരു മാസം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിച്ചു പോകാവുന്നതാണ്. ഏകദേശം ഒരു €100 ഒക്കെയാണ്, 100 to 120, 80 മുതൽ 120 euro വരെയാണ് അക്കോമഡേഷനായിട്ട് ഒരു കുട്ടിക്ക് ചിലവാക്കേണ്ടി വരിക. ഇനി ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസും ഒരുപാട് റാങ്കുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒന്നും ഇല്ല ഇവിടെ. ചെറിയൊരു സ്ഥലമാണത്, ചെറിയൊരു എക്കണോമിയാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയാണ് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെയാണ്. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്ന ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നല്ലൊരു ശതമാനം കുട്ടികൾ ഒഴുകി വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ട്യൂഷൻ ഫീസ് കുറവും ജീവിത ചെലവ് കുറവും എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചുള്ള അഡ്വൈസ് എടുത്തിട്ട് മാത്രം ഇവിടേക്ക് വരാൻ പാടുള്ളൂ. എല്ലാ കോഴ്സുകൾക്കും ഇവിടെ ജോലി സാധ്യത ഇല്ല. അപ്പോൾ നമ്മളതിനുള്ള ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണെന്നും ജോലി സാധ്യതകൾ നമ്മൾ പറയുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും വളരെ ശ്രദ്ധിച്ച് വേണം ഇത്തരം ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരാൻ. ചിലവ് എന്നുള്ളത് ഒരു ഫാക്ടർ മാത്രമാണ്. കോഴ്സിൻ്റെ ഡിമാൻഡും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു രാജ്യം സെലക്ട് ചെയ്യാനായിട്ട്. ബാൾട്ടിക് സ്റ്റേറ്റുകളിലെ ലാറ്റ്വിയ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയൊരു രാജ്യമാണ്. പക്ഷേ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റി. അത് അത്യാവശ്യം നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന കുട്ടികളുടെ നല്ലൊരു ശതമാനവും മാസ്റ്റേഴ്സിനാണ്. അതായത് 17 വയസ്സോ അല്ലെങ്കിൽ 18 വയസ്സിൽ ബാച്ചിലേഴ്സ് തേടി യൂറോപ്പിലേക്ക് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ബാച്ചിലേഴ്സ് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന മനു ആണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്നത്. സോ വെൽക്കം മനു ടു ദി ഷോ. സാധാരണ തീരെ കാണുന്നൊരു ട്രെൻഡല്ല. സാധാരണ എല്ലാവരും ബാച്ചിലേഴ്സ് കഴിഞ്ഞ് കുറച്ച് നാൾ ജോലി ചെയ്ത് ഒരു 10-30 വയസ്സൊക്കെ നമ്മൾ മാസ്റ്റേഴ്സിന് വരിക, പുറത്തേക്ക് പോകുക എന്നുള്ള ട്രെൻഡ്. ഒരു 10-17 വയസ്സിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഓൾറെഡി ലാംഗ്വേജ് ബാരിയറും പ്രശ്നങ്ങളും പറയുന്നുണ്ട് ആൾക്കാർ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇങ്ങനെ ഒരു പ്രോഗ്രാം എടുത്ത് ഇവിടേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിട്ടില്ല. ഇവിടേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കൂടി വരുന്നത് VFS എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ മാത്രമാണ്. അല്ലാണ്ട് IELTS മറ്റ് ലാംഗ്വേജിൻ്റെ ഒരു കാര്യങ്ങൾ ഇവിടെ ഇല്ല. പിന്നെ അത്യാവശ്യം ഒരു ഇംഗ്ലീഷിൽ +2 തന്നെ ഒരു ആവറേജ് മാർക്ക് ഉണ്ടെന്നുള്ള രീതി ഉണ്ടെങ്കിൽ തന്നെ IELTS പകരം നമുക്ക് MO ലെറ്റർ വെച്ചിട്ട് നമുക്ക് വരാം. ഇവിടുന്ന് ഈ കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്നുള്ള ഒരു പ്രോഗ്രാം നമുക്കറിയാം യൂറോപ്പിൽ എന്നല്ല ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിന് യാതൊരു ഡിമാൻഡ് കുറവുമില്ല. അതുകൊണ്ട് എടുത്തതാണോ ഈ പ്രോഗ്രാം, അതോ എന്തായിരുന്നു ആ പ്രോഗ്രാം എടുക്കാനുള്ള റീസൺ? അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ഫീൽഡിൽ എന്നായാലും ഫ്യൂച്ചറിലായാലും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിർത്തുന്നത്. രാവിലെ 9 തൊട്ട് വൈകിട്ട് വരെ ക്ലാസിൻ്റെ ഒരു പാറ്റേൺ അല്ല ഇവിടെ അല്ലേ? അല്ലല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ക്ലാസ് ഇല്ല, ആഴ്ചയിൽ 4 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അതും ചില ദിവസം രാത്രി 10 മണി വരെ 8 മണി തൊട്ട് ഡെയിലി ഒരു 4-5 മണിക്കൂറൊക്കെ മാക്സിമം പോയ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. ഏകദേശം പാർട്ട് ടൈം ജോബിൻ്റെ നമുക്ക് കിട്ടുന്ന ഒരു സാലറി വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്ത് പോകുന്ന ഒരു സാധ്യതയാണോ കാണുന്നത്? അതെ, ലിവിങ് എക്സ്പെൻസ് എന്തായാലും കവറായി പോകും. പിന്നെ നമുക്ക് സേവിങ്സ് എന്നുള്ള രീതിയിൽ അധികം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ വന്ന സീനിയേഴ്സായിട്ടുള്ള ചേട്ടന്മാർ പറഞ്ഞത്. എന്നാലും 2 കൊല്ലമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ ഫീസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് സമ്മർ അല്ലെങ്കിൽ വിന്റർ ബ്രേക്കിനൊക്കെ അല്ലെങ്കിൽ 2 മാസമൊക്കെ സെമസ്റ്റർ ഹോളിഡേസ് ഒക്കെ വരുന്ന നേരത്ത് ജർമ്മനിക്ക് ഫ്ലൈ ചെയ്ത് വർക്ക് ചെയ്യണം, ഫുൾ ടൈം വർക്ക് ചെയ്യണ ഒരുപാട് കുട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വർക്കിന് വാല്യൂ ഉള്ള പോലെയാണ്. വർക്കിൻ്റെ വാല്യൂ ഓഫ് വർക്ക് അധികമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സാലറി കിട്ടുന്ന പോലെയാണ് ബാക്കി രാജ്യങ്ങളിൽ. ലാറ്റിന ഇത്തിരി കുറവാണ്, എന്നാലും ജീവിച്ചു പോകുന്ന രീതിക്ക് നല്ല രീതിക്ക് കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ, വന്ന ഒരു മാസത്തിൽ ആളുകളുടെ ഒരു രീതിയും കൾച്ചറും അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണോ, അതോ ഒരു ഡിസ്ക്രിമിനേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ചെറിയ കാലയളവിൽ? ചെറിയ രീതിയിലൊക്കെ ഇപ്പോൾ വരുന്ന രീതിയിലായാലും ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ ചിലവർക്കൊക്കെ ഒരു ഇഗ്നോർ ചെയ്യണ ഫീൽ ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ വരുമ്പോൾ ജർമ്മനിയിലൊക്കെ വെച്ച് ഇവിടെയാണെങ്കിലും ചിലയിടത്തൊക്കെ ചെറിയ രീതിയിൽ കാണും. ജർമ്മനിയിൽ പൊതുവെ അങ്ങനത്തെ ഒരു രീതി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടേക്ക് അധികം തീരെ കേട്ടിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ തോന്നുന്നു. അധികം വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എയർപോർട്ടിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടപ്പോൾ എന്നെ കുറച്ചുകൂടി റൂഡായിട്ട് പെരുമാറാം, അങ്ങനെ ഒരു കാര്യവും പറഞ്ഞു. എനിക്കങ്ങനെ ഒന്നും പൊതുവെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ശരി. എന്തായാലും ഇതൊരു ഡെഫിനറ്റായിട്ടും വളരെ ഇൻസ്പയറിംഗ് തന്നെയാണ്.
കാരണം എല്ലാത്തിനും വളരെ ഈസിയർ ആയിട്ട് തന്നെയാണ് മനു കാണുന്നത്. അതായത് ലാംഗ്വേജ് ബാരിയർ അങ്ങനെ ഒരു സംഭവം തോന്നുന്നില്ല, എല്ലാത്തിനും വളരെ ലൈറ്റർ സെൻസിൽ എടുക്കണം. എനിക്ക് തോന്നുന്നത് കുറേ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു ലൈറ്ററായിട്ട് സെൻസിൽ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ലാത്ത മാറുന്ന സാഹചര്യം എനിക്ക് തോന്നുന്നു. എന്തായാലും മനു, വളരെ സന്തോഷം കണ്ടതിൽ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദി ഷോ. വിഷ് യു എ ഫാന്റാസ്റ്റിക് കരിയർ അഹെഡ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് റിഗയിലെ അഥവാ ലാറ്റ്വിയയിൽ തന്നെ ഏറ്റവും ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. യുർമാല ബീച്ച് എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് ബീച്ച് ഫെസിലിറ്റി ഇല്ല. ഉള്ളത് ഗ്രീസ് അല്ലെങ്കിൽ സ്പെയിൻ, ഫ്രാൻസ്, ഇവിടെയൊക്കെ തന്നെ വളരെ ഫേമസ് ആണ്. എന്നാൽ ലാറ്റ്വിയ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യാത്രകൾ നടത്തുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ലാറ്റ്വിയ അങ്ങനെ ഒരുപാട് വിസിറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വളരെ മനോഹരമാണ്, എന്നാൽ വളരെ പീസ്ഫുള്ളും അത് വളരെ സമാധാനപരമായിട്ടുള്ളൊരു ബീച്ചാണ്. യുർമാല ബീച്ച് അത്യാവശ്യം ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മളതിൻ്റെ കുറച്ചും കൂടെ മാറിയുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് എസ്റ്റോണിയയുടെയും ലാറ്റ്വിയയുടെയും ഇടയിലൂടെ നിൽക്കുന്ന ഒരു പോർഷനാണ് ഈ ഗൾഫ് ഓഫ് റിഗ. ഇത് ബാൾട്ടിക് സീ തന്നെയാണ്. നമുക്കറിയാം ബാൾട്ടിക് സ്റ്റേറ്റ്സിനെ പറ്റി നമ്മൾ കണ്ടു. ബാൾട്ടിക് സ്റ്റേറ്റ്സിൽ പെട്ടാണ് ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ. അതിൽ ബാൾട്ടിക് സീയുടെ എസ്റ്റോണിയയുടെയും ലാറ്റ്വിയയുടെ ഇടയിലുള്ള ഒരു പോർഷനാണ് ഈ ഗൾഫ് ഓഫ് റിഗ. അവിടെയുള്ള ഒരു ബീച്ചാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് യുർമാല ബീച്ച് എന്ന് പറയുന്നത്. യു ക്യാൻ ഫ്ലൈ വിത്ത് ദിലീപ് രാധാകൃഷ്ണൻ എന്ന ഈ പ്രോഗ്രാം നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കണ്ടിട്ടുണ്ട്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ 14 യൂറോപ്യൻ രാജ്യങ്ങളിലെ പല പല പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, വളരെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്. അതേസമയം അതിനൊപ്പം തന്നെ ഡിപ്ലോമ പ്രോഗ്രാംസും ഒരു വലിയ സെക്ടറാണ് യൂറോപ്പിൽ തന്നെ. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇവിടുത്തെ ഡിപ്ലോമ പ്രോഗ്രാംസ് എടുക്കാൻ. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു 3 ഇയറിൻ്റെ മെറൈൻ കോഴ്സ്, ഒരു ഡിപ്ലോമ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ കൗതുകരമായി തോന്നിയ ഒരു കാര്യമാണ്. ഇത് കാണാവുന്നതാണ്, ഇതൊരു സിമുലേഷനാണ്. ഇത് ശരിക്കും റിയൽ ലൈഫിൽ കുട്ടികൾ ഒരു മെറൈൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വരുന്ന സാഹചര്യങ്ങൾ, ഈ ഒരു പൂൾ എന്ന് പറയുന്നത് ഇതിൽ വേവ്സ് അടക്കം എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് സിമുലേറ്റ് ചെയ്ത് അവർ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ റിയൽ ലൈഫിൽ ഇവർ വർക്ക് ചെയ്യാൻ ഇറങ്ങുന്ന നേരത്ത് അവർക്ക് ഒരു പുതിയൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട ഒരു ഫീൽ ഉണ്ടാവില്ല. ഈ 3 വർഷവും ഈ സാഹചര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഡിപ്ലോമ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല വാലിഡിറ്റി ഉള്ള പ്രോഗ്രാമാണ്. അത്യാവശ്യം പ്ലേസ്മെൻറ്റ്സിന് വരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒരു സിമുലേഷൻ സെറ്റപ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. സോ നമുക്ക് അവരുടെ അനുഭവങ്ങളും ചോദിച്ചറിയാം. സോ വെൽക്കം ടു ദ ഷോ. സോ എങ്ങനെയുണ്ട്, എന്താ നിങ്ങളുടെ അനുഭവം? സാധാരണ ഇങ്ങനെ പ്രോഗ്രാംസ് ഇപ്പോൾ ചെന്നൈയിലൊക്കെ പല പ്രോഗ്രാംസും കേട്ടിട്ടുണ്ട്, മെറൈൻ എഞ്ചിനീയറിൻ്റെ 3 ഇയർ ഡിപ്ലോമ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെ ലാറ്റ്വിയയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ആദ്യം തൊട്ട് ഈ കോഴ്സിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ വഴിയാണ് ഈ കോളേജിനെ പറ്റി അറിയണത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴും ഇവിടുത്തെ ട്രെയിനിങ്ങും ആ ട്രെയിനിങ്ങിന് ഇവർ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകളും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജോലി സാധ്യതകളും എല്ലാനും കമ്പാരേറ്റീവ്ലി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത 6 മാസം നമ്മൾ ഇവിടെ പഠിക്കുന്നു, 6 മാസം പിന്നെ ഇന്റേൺഷിപ്പ്, അങ്ങനെയാണ് 3 വർഷവും നിങ്ങൾ പഠിക്കണമെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ആദ്യത്തെ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 6 മാസം ഷിപ്പിൽ, അടുത്ത വർഷം 8 മാസം ഇവിടെ ഓൺ ബോർഡ് സിമുലേറ്ററുകളിൽ ക്ലാസ് ഉണ്ടാവും സർട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി, പിന്നെ 4 മാസം കപ്പലിൽ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു, ആ പഠിച്ച കാര്യം ശരിയാണോ എന്ന് ചെയ്തു നോക്കുന്നു, പിന്നെയും പഠിക്കുന്നു, അങ്ങനെ ഒരു ലെവലിലാണ് പോണേന്ന് അർത്ഥം. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷിപ്പിലായതുകൊണ്ട് മൊത്തം പ്രാക്ടിക്കലായിരിക്കുമല്ലോ എല്ലാ വർക്കുകളും. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കാണ്ട് തിയറിറ്റിക്കലി പഠിച്ചിട്ട് കാര്യമില്ല. ഇവിടുന്ന് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോരോ ലക്ഷ്യങ്ങൾ വെച്ച് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ ശരിക്ക് +2 കഴിഞ്ഞപ്പോൾ ഡിപ്ലോമ എന്ന് തന്നെയാണോ അതോ എഞ്ചിനീയറിംഗ്, മെറൈൻ എഞ്ചിനീയറിംഗ് പോകാനായിട്ട് ശ്രമിച്ചിരുന്നത്? +2 കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവരെ ബാക്ക് ഓഫീസ് നമ്മൾ ട്രിവാൻഡ്രത്തുണ്ട്. ഞാനിങ്ങനെ ഓരോ കോഴ്സ് നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് എന്നെ ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ ഒരു കോഴ്സുണ്ട്, ഞാൻ ലോജിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്, അപ്പം അതായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും പഠിക്കണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിലാണ് നടന്നത്. അപ്പോഴേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് സജസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഇതിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ സ്കില്ലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. വിത്തൗട്ട് 3 ഇയേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഇപ്പോൾ 6 മന്ത് കൊണ്ട് നമുക്കിത് ട്രെയിനിങ് കൂടെ തരുന്നു, ഇൻറ്റേൺഷിപ്പ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ജോലി പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത് മെയിൻലി. ഇങ്ങനത്തെ സിമുലേഷൻസ് എനിക്ക് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും. ഇങ്ങനത്തെ സിമുലേഷൻ റൂംസും എനിക്ക് ഒരു കടലിൻ്റെ ആഴമില്ലെങ്കിൽ തന്നെയും അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇങ്ങനത്തെയൊക്കെ സിമുലേഷനിലേക്ക് ആദ്യം തന്നെ വന്ന് പെട്ടപ്പോൾ പേടി തോന്നിയിരുന്നു. തീർച്ചയായിട്ടും പേടി തോന്നും. പക്ഷേ നമ്മൾ ഇതൊരു സിമുലേഷൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. നമ്മൾ ഭാവിയിൽ നമുക്കൊരു എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെ തരണം ചെയ്യുമെന്നുള്ള അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെയാണ് നമുക്കിപ്പോൾ തുടക്കത്തിൽ അതിൻ്റെ ഒരു പ്രാക്ടീസ് വന്നു പോകുന്നത്. എമർജൻസി സിറ്റുവേഷൻ എന്ത് വന്നാലും അതെല്ലാം നമുക്ക് ട്രെയിൻ ചെയ്ത് നല്ല ലെവലിൽ തന്നെ പഠിച്ചിറങ്ങുമ്പോൾ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതെല്ലാം അവർ പ്രോപ്പറായി സ്കില്ലാണെങ്കിലും എന്താണെങ്കിലും അവർ കൂട്ടി നല്ല രീതിയിൽ
നമ്മൾ പഠിച്ചുവിടുന്ന ഇറക്കി വിടും. വെരി ഗുഡ്. നാട്ടിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം ഉള്ളൊരു ചോദ്യം പലപ്പോഴും പ്ലേസ്മെൻറ്റ് എന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് പോയിൻ്റ് ആയിട്ടാണ്. അത് എനിക്ക് തോന്നുന്നത് വിദേശത്തും സ്വദേശത്തും എല്ലായിടത്തും വളരെ കോമൺ ആണ്. അപ്പോൾ പ്ലേസ്മെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ജോലി ഇങ്ങോട്ട് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടോ, എന്നാൽ അത് ഓപ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് തന്നെ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വാഗ്ദാനങ്ങൾ കൊണ്ടാണോ ഇവിടെ എത്തിപ്പെട്ടത്? ഞാൻ ഈ കോഴ്സ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആരും ഇങ്ങോട്ട് ഓഫർ ചെയ്യേണ്ട എനിക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നിലവിലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് സെയിലർമാർക്ക് ഭയങ്കര ആവശ്യമുണ്ട്. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും വേൾഡിൽ എവിടെയാണെങ്കിലും. അപ്പോൾ എനിക്കിത് ഈ കോഴ്സ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ തന്നെ നിൽക്കണമെന്നില്ല. എനിക്ക് എൻ്റെ നാട്ടിൽ പോകാം, എനിക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാം, എനിക്ക് എൻ്റെ കമ്പനി കണ്ടുപിടിക്കാം, എനിക്കായിട്ട് കയറാം, എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുക്കാനും കാരണം. ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ ഇരുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും കുറേ യൂണിവേഴ്സിറ്റികളും കോളേജും ഉണ്ട്. ആംഗ്ലോ ഈസ്റ്റേൺ, സമുദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോളേജുകളുണ്ട്. അപ്പോൾ അവിടെയും ഈ കോഴ്സ് വരുന്നത് 1 കൊല്ലം. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവിടുത്തെ സീമെൻസ് ബുക്ക് വെച്ച് നമ്മൾ ഇവിടുത്തെ കമ്പനി തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ സാലറി നാട്ടിലും നല്ല സാലറി ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളെ എല്ലാവരുടെയും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ ഹാപ്പിയാണോ? ഞാൻ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. കാരണം ഞാൻ നാട്ടിൽ എല്ലാം തിയറി വൈസായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ചിടത്തോളം നാട്ടിൽ ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, ഇതുപോലൊരു കെയറും കിട്ടില്ല, ഇതുപോലുള്ള ഫെസിലിറ്റി നമുക്ക് കിട്ടത്തില്ല. ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ് ഒരുവിധം നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും ലാഭം വിദേശത്ത് പോകുക എന്നുള്ളത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു ട്രെൻഡായി മാറിയത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് പ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു വാക്ക് പലപ്പോഴും ഒരു വാഗ്ദാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ പ്ലേസ്മെൻറ്റ് നോക്കിയല്ല വരേണ്ടത്, നമ്മൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഏത് ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സാധ്യത നമ്മൾ പോകുന്ന രാജ്യത്തുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം നമ്മളതിലേക്ക് പഠിക്കാനെന്ന് മനസ്സിലാക്കിയതാണ് ഇവരൊക്കെ തന്നെ ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ളത്. എന്തായാലും ഇവർക്ക് വളരെ നല്ലൊരു ഭാവി ഞാൻ നേരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.